ദിവ്യകാരുണ്യ ഈശോയ്ക്കും അവിടുത്തെ പരിശുദ്ധയായ അമ്മയ്ക്കും വത്സലരും പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ, 23-ാം സങ്കീർത്തനത്തിൽ ആനന്ദപൂർവം നാം ഏറ്റുചൊല്ലുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തുകടികളിൽ അവിടുന്ന് എന്നെ മേയിക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. തിരുസഭയെ, തൻ്റെ മണവാട്ടിയും ഭൗതിക ശരീരവും തൻ്റെ ആട്ടിൻപറ്റവുമായ തിരുസഭയെ കാലാകാലങ്ങളിൽ കരുതലോടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ നല്ല ഇടയൻ, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് സഭാ തനയരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി വേണ്ട എല്ലാ കാര്യങ്ങളും പരിപാലിച്ച് ക്രമീകരിക്കുന്നു. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ ഈ കാലഘട്ടത്തിനായി മഹാദാനമായി അവിടുന്ന് നൽകി. നമുക്കവിടുത്തേക്ക് നന്ദി പറയാം. എന്നാൽ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. തിരുസഭാ ശരീരത്തിൽ ശിരസിൻ്റെ സ്ഥാനത്താണ് പാപ്പ നിൽക്കുന്നതെങ്കിൽ ഇതാ ശരീരത്തിൽ കൈകളും കാലുകളും നാവും അധരങ്ങളും എല്ലാം ഉണ്ട്. സഭാ ശരീരത്തിൽ തിരുസഭയുടെ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയിലും കൂദാശകളിലും പരിശുദ്ധ കത്തോലിക്ക വിശ്വാസത്തിലും സഭാതനയരെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ കർത്താവ് കനിവോടെ ഉയർത്തിയ അവിടുത്തെ ഒരു എളിയ ദാസിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മരിയ. ദൈവം നമുക്ക് തന്ന ഒരു സ്നേഹ സമ്മാനമാണത്. പരിശുദ്ധിയായ അമ്മയോട് ചേർന്ന് ആ മകളെ സമർപ്പിച്ചുകൊണ്ട് തിരുസഭയെ ഓർത്ത് നമുക്ക് പറയാം, എളിയ ദാസിയെ ദൈവം തൃക്കൺ വാർത്തു. ശക്തനായവൻ വലിയ കാര്യം ചെയ്തു. പ്രത്യേകമായ ദൈവശാസ്ത്ര പരിശീലനമോ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വൈദഗ്ധ്യമേറിയ പഠനങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ ദൈവം തെരഞ്ഞെടുത്തത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയാണ്. ഓശാന തിരുനാളിൽ അവിടുന്ന് തിരഞ്ഞെടുത്തത് ഒരു ആനയെയോ കുതിരയെ അല്ല, ഒരു കഴുതക്കുട്ടിയാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി അവിടുന്ന് മാറ്റുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ഇത് ആശ്ചര്യകരമായി തോന്നും. പ്രത്യേകമായ ദൈവശാസ്ത്ര പരിശീലനം ഒന്നും ഇല്ലാത്ത നമ്മുടെ ഈ സഹോദരി ആരാധനാക്രമ വ്യാഖ്യാതാക്കളായ വിശുദ്ധ എഫ്രൈമും വിശുദ്ധ ബേസിലും വിശുദ്ധ തേഡോറും വിശുദ്ധ നർസായിയും വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ അംബ്രോസും ഒക്കെ നൽകിയിരിക്കുന്ന ആ വിശുദ്ധരായ സഭാപിതാക്കന്മാർ ആരാധനക്രമത്തിന് വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയ
ആധികാരിക വ്യാഖ്യാനങ്ങളാണ്. അവയൊന്നും പഠിക്കുകയോ വായിച്ചറിയുകയോ ചെയ്തിട്ടില്ലാത്ത കർത്താവിൻ്റെ ഈ എളിയ ദാസിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത് എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിലെ സകലർക്കും വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ സംലഭ്യമാക്കിയിരിക്കുന്നത്. കൽക്കട്ടയിലെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിൽ 1.5 വർഷത്തോളം മൗനത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ ശേഷം ചേർത്തലയിലെ ഫ്രാൻസിസ്കൻ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിലും 6 മാസത്തോളം മൗനത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞ ശേഷം ഈ ദിവ്യകാരുണ്യ മത്സരത്തിൽ ഇങ്ങനെ ഒരു വലിയ ദൗത്യം ചെയ്യുവാൻ കർത്താവ് ഈ മകളെ പ്രത്യേകമായി നിയോഗിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇനിയും കർത്താവ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ മകളെ തുടർന്ന് ഉപയോഗിക്കുവാൻ, അതുവഴി നമ്മുടെ ഈ കാലഘട്ടം ദൈവിക ജ്ഞാനം കൊണ്ട് സകലരും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ വർഷം ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുന്നവരെയും അത് കേൾക്കുന്നവരെയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതുന്നവരെയും അത് വായിക്കുന്നവരെയും എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന കൃപയുടെ സമൃദ്ധമായ കോരിച്ചൊരിയൽ നടക്കുന്ന വർഷമാണ്. ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ സമൃദ്ധമായ കൃപ വർഷിക്കപ്പെടുന്ന ആ കൃപയാൽ മനസ്സും ഹൃദയവും നനഞ്ഞു കുതിരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ വിത്ത് പോലെയും വളം പോലെയും എല്ലാ ഹൃദയങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എത്തിക്കുന്നതിന് ഈശോയ്ക്ക് എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്. അവിടുന്ന് ചോദിക്കുന്നു, ആര് എനിക്കായി പോകും? ആരെ ഞാൻ അയക്കും? ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സഹോദരങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാസറ്റുകൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് നിർമ്മിച്ചവരെയും അതിനായി പ്രവർത്തിച്ചവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ തലമുറകളെയും ദിവ്യകാരുണ്യ ഈശോ തൻ്റെ അമ്മയോട് ചേർന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. വലിയ സ്നേഹത്തോടു കൂടി ഈ ദിവസം അവിടുന്ന് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ നിമിഷവും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണല്ലോ. കർത്താവേ, നന്ദി. അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അനേക സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ച്
നിൻ്റെ മുമ്പിൽ കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഇന്ന് രാവിലെ അങ്ങ് എഴുന്നള്ളി വന്നല്ലോ ഈശോയെ. നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം നിറഞ്ഞു നിൽക്കുവാനായിട്ട്, അങ്ങയുടെ സ്നേഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കാൻ തീരുമാനസായതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുകയാണല്ലോ. ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകി മറ്റുള്ളവർക്ക് ജീവൻ പകരുന്നതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ജീവനുള്ളതാക്കി തീർക്കുന്ന പ്രാർത്ഥന നിറഞ്ഞതായിരിക്കുവാൻ, പ്രവൃത്തിയുള്ളതായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിലയേറിയ സ്നേഹത്തെ ഓർത്ത്, വലിയ സാന്നിധ്യത്തെ ഓർത്ത്, മധ്യസ്ഥത്തെ ഓർത്തെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷകളിലെല്ലാം അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു, നന്ദി പറയുന്നു. അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേ. നല്ല ഈശോയെ, ഈ ജനത്തിന് അല്പമെങ്കിലും നൽകുവാൻ എൻ്റെ പക്കലൊന്നുമില്ലെന്ന് അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഈ ജനം മുഴുവൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് താനും. കർത്താവെ, ഇവർക്ക് നൽകുവാൻ എൻ്റെ പക്കലുള്ളത് ഞാൻ അങ്ങേക്ക് നൽകുന്നു. അങ്ങനോട് ആവശ്യപ്പെട്ടല്ലോ ഈശോ, നിൻ്റെ പക്കലുള്ളത് തരാൻ. ഈശോ, എൻ്റെ പക്കൽ അങ്ങനെക്ക് തന്ന ഈ ജീവിതം അല്ലാതെ ഒന്നുമില്ല. ഈശോ, അവിടെ നിന്ന് നൽകിയ ഈ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങ് തന്നെ അപ്പം മുറിച്ച് വിളമ്പണമേ. ഈശോയിൽ നിന്ന് തന്നെ അങ്ങ് തന്നെ അപ്പം മുറിച്ച് വിളമ്പണമേ. വചനം അവിടുന്ന് പങ്കുവെച്ച് കൊടുക്കണമേ. അങ്ങ് തന്നെ നൽകുമ്പോൾ ഇവർ ഭക്ഷിച്ച് തൃപ്തരായി കുട്ടകളിൽ ശേഖരിച്ചുകൊണ്ട് മടങ്ങുമല്ലോ. അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി തികയുമല്ലോ. ഈശോയെ, നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ അങ്ങനെ ചെയ്തതല്ല ഞാൻ ഓർക്കുന്നു. ഈശോയെ, നന്ദി പറയുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഒരിക്കൽ കൂടി ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്, അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടെ പറയുകയാണ്, പരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ്, എൻ്റേതല്ല. അങ്ങ് തന്നെ ഈ ജനത്തോട് സംസാരിക്കണമേ. മുഴുവൻ സമയവും പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ കഴുതിയായി തീരുവാൻ മാത്രം എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. ഈശോയെ, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എൻ്റെ പേര് മരിയ എന്ന്. അച്ഛനും അമ്മയും ഒരാങ്ങളെയും അനുജത്തിയും ഉണ്ട് എനിക്ക്. 10-12 വയസ്സ് വരെ ഹിന്ദുവായിട്ട് ജീവിച്ച എനിക്ക് ഈശോയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. മാതാവിനെക്കുറിച്ച്, ഈശോയെക്കുറിച്ചുമൊക്കെ വല്ലവരും പറഞ്ഞു കേൾക്കുമ്പോൾ മാതാവും ഒരു ദൈവമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഈശോ ഒരു ദൈവം, പിന്നെ വിശുദ്ധന്മാരൊക്കെ ദൈവങ്ങൾ, അങ്ങനെയാണ് കരുതിയിരുന്നത്. അതിൽ കൂടുതലൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഈശോയുടെ വലിയ കാരുണ്യത്താൽ, വലിയ കൃപയാൽ, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം, എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എല്ലാ സമ്പത്തും ഭൗതികമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ ദൈവം ഞങ്ങളെല്ലാവരും ഈശോയുടെ സ്വന്തമായി തീരാനായിട്ട് അവിടുന്ന് അനുവദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, 12 വയസ്സ് വരെ ഈശോയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കാര്യമായിട്ട് പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത്രയും 10-12 വയസ്സായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, സമ്പത്തെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ഹൈ റേഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയി. അങ്ങനെ അവിടെ പോയി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് ജീവിതം തുടങ്ങിയപ്പോഴേക്കും അപ്പച്ചൻ തീർത്തും മദ്യത്തിന് അടിമയായിപ്പോയി. കാരണം നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകളെല്ലാം തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് പിന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത മദ്യപാനത്തിന് അടിമയായി തീർന്നു അപ്പച്ചൻ. അങ്ങനെ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ഥലവും ഏറെ താമസിയാതെ മുഴുവനും വിറ്റു. പിന്നെ ഒരു വാടക വീട്ടിലായി താമസം. ആ നാളുകളിൽ എൻ്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചു. പഠനം അവസാനിച്ചു. ഹൈ റേഞ്ചിൽ ഞങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങളുടെ രീതി അനുസരിച്ച് ഈറ്റ വെട്ടിയും പരമ്പ് നെയ്തുമൊക്കെ ഒരു ജീവിതം. വനത്തിൽ പോയി ഈറ്റ വെട്ടണം, പരമ്പ് നെയ്യണം,
അതടുത്തുള്ള കടയിൽ കൊടുക്കും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കാൻ തുടങ്ങി. അമ്മ അപ്പോഴേക്കും രോഗങ്ങളൊക്കെ ആയി തുടങ്ങിയിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇളയവർ രണ്ടുപേരും പഠിക്കുക. ഇങ്ങനെ 2-3 വർഷം കഴിഞ്ഞു പോയി. അക്ഷരങ്ങളൊക്കെ ഞാൻ മറന്നു തുടങ്ങി. ആ നാളുകളിൽ ഒരു ദിവസം എൻ്റെ അമ്മ കോതമംഗലത്തെ ചെറിയ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. എന്നെക്കുറിച്ച് ഓർത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് സങ്കടമായി. നന്നായിട്ട് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് അമ്മ അതോർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഇന്നും എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഒന്നും അറിയത്തില്ലാത്ത ഒരു സിസ്റ്റർ അമ്മച്ചിയുടെ അടുത്ത് വന്ന് അമ്മച്ചിയോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കൊച്ചുണ്ട്, അതിനെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കരയാന്ന് പറഞ്ഞു. ആ സിസ്റ്റർ അമ്മച്ചിയുടെ എല്ലാവരും അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞ്, സ്കൂൾ തുറന്നെങ്കിലും സാരമില്ല, ചേച്ചി എന്നൊന്ന് അന്വേഷിച്ച് നോക്ക്, ഇതൊരു ബാലഭവൻ്റെ അഡ്രസ്സാണ്, സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്ഥലമാണ്, സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ അവർ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി ആ സിസ്റ്റർ കൊടുത്ത അഡ്രസ്സും കൊണ്ട് ആ സ്ഥാപനത്തിൽ ചെന്നു. അത് വാഴക്കുളത്തുള്ള ഒരു ബാലഭവനില. അവിടെ ചെന്നപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഇവിടെ പാ വിരിച്ചു കൊടുക്കാൻ പോലും ഇടയില്ല, നിറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇടയില്ല, എന്നാൽ പോകുന്ന വഴിക്ക് ആയവനെ എന്ന സ്ഥലത്തൊന്ന് കയറി നോക്കണം, അവിടെ ഒരു ബാലഭവനുണ്ട്, അവിടെ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവുമായിരിക്കും, ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി തിരിച്ചു വന്ന വഴിക്ക് കോതമംഗലത്തിന് മാറ്റൊഴുക്കി ഇടയ്ക്കുള്ള ആയവന എന്ന സ്ഥലത്ത് തിരുഹൃദയ സഭയിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന ജ്യോതി ബാലഭവനിൽ കയറി. അവിടെ വന്ന് സിസ്റ്റർ പേഷ്യൻസിനോട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെയും ഇടയില്ല, നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി ഒത്തിരി വിഷമത്തോടു കൂടി കരയുകയൊക്കെ ചെയ്തു. എന്നിട്ടും അവിടെ പറ്റിയില്ലല്ലോ, ഇടയില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത വർഷം കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് അമ്മച്ചി ഇറങ്ങിപ്പോന്നു. അമ്മച്ചി പുറത്തേക്ക് പോന്നപ്പോൾ സിസ്റ്റർ പേഷ്യൻസ് അകത്തേക്ക് ചെന്ന് ചാപ്പലിൻ്റെ വാതിൽക്ക് കൂടി കടന്നു പോയപ്പോൾ ഈശോ തന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി എന്നാണ് സിസ്റ്റർ എന്നോട് പിന്നെ പറഞ്ഞത്. എന്തായാലും സിസ്റ്ററിന് സങ്കടം സഹിക്കാൻ പറ്റാതെ വീണ്ടും തിരിച്ചു വന്ന് അമ്മച്ചിയെ പുറകോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആ കൊച്ചിനെ കൊണ്ടുപോരെ. അങ്ങനെ ഒരു ജോഡി ഡ്രസ്സുമായിട്ട് ആ തിരുഹൃദയ മഠത്തിലെ ജ്യോതി ബാലഭവനിലേക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. എല്ലാം ആദ്യം തൊട്ട് പഠിക്കേണ്ടി വന്നു. എങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സാകാൻ കഴിഞ്ഞു. ഈ കാലത്ത് മഠത്തിൽ അവിടെ താമസിക്കുന്ന സമയത്താണ് ഈശോയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് ഞാൻ അറിയുന്നത്. എങ്കിലും ഈശോ രക്ഷകനാണെന്നോ അല്ലെങ്കിൽ രക്ഷിക്കുമെന്നോ എങ്ങനെ രക്ഷിക്കുന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈശോയെ കുറച്ചുകൂടി സ്നേഹിച്ചു, അത്രേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ അധികമായിട്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയത് സ്നേഹിച്ചതുമൊക്കെ പരിശുദ്ധ അമ്മയാണ്. എല്ലാ പ്രാർത്ഥനകളും ഞാൻ മറന്നുപോയെങ്കിലും എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന മാത്രം മറക്കാതെ മനസ്സിലുണ്ടായിരുന്നു അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴും. പിന്നെ അവിടെ വെച്ച് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രം അറിയാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് സിസ്റ്റർ കഥയൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരിക്കൽ ഫാദർ ഡാമിയനെ കുറിച്ച് ഒരു കഥ പറഞ്ഞു തന്നു. അപ്പോൾ അതെനിക്ക് ഒട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എന്താ അച്ഛൻ അറിയില്ലായിരുന്നു അവിടെ പോയി കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിച്ചാൽ മരിച്ചു പോകുമെന്ന് അറിയില്ലേ? സിസ്റ്റർ പറഞ്ഞു, അറിയാം, പിന്നെന്താ അങ്ങോട്ട് പോയത്? അങ്ങനെ ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കാനായിട്ടാണ് ഞങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ആ ദൈവം ആർക്കും വേണ്ടാത്തവർക്കൊക്കെ അപ്പോൾ ആ ദൈവം ഉണ്ടല്ലോ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായി. അതെനിക്കൊരു ചെറിയ ആശ്വാസമായിരുന്നു. അന്നത് വലിയ ആശ്വാസമായിരുന്നു. പിന്നെ ഒരു ദിവസം മരിയ ഗരേത്തിയുടെ പുസ്തകം വായിക്കാൻ തന്നു. അത് വായിച്ച് കഴിഞ്ഞപ്പോൾ അതും എനിക്ക് മനസ്സിലായില്ല എന്താ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. അതുകൊണ്ട് സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പാപം ചെയ്യരുതെന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതേക്കുറിച്ച് സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നു. എന്തായാലും ജീവിതത്തിൽ മരിയ ഗരേത്തി ചെയ്തതുപോലെയൊക്കെ നല്ലവളായിട്ട് ജീവിക്കണമെന്ന് മനസ്സിൽ തോന്നി. ഏറ്റവും ഒടുവിലായിട്ട് ഇത്രയും കൂടി പറഞ്ഞു സിസ്റ്റർ, മോളെ, ഈശോയ്ക്ക് ഒന്നും കൊടുക്കണ്ട, ഹൃദയം മാത്രം മതി. എന്ത് ചോദിച്ചാലും ഈശോ തരും, ഈശോ സ്നേഹിക്കുകയും ചെയ്യും. അത് എൻ്റെ മനസ്സിൽ കിടന്നു. പിന്നീട് 10ാം ക്ലാസ്സൊക്കെ പാസ്സായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ മുരിക്കാശ്ശേരി പാവനമ്മ കോളേജിൽ ചേർന്നു. PDC കഴിഞ്ഞ് കുറവിലെങ്ങാണ്ട് വന്ന് പ്രൈവറ്റായിട്ട് ANM പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒത്തിരിയേറെ ദുരിതത്തിലേക്ക് പോയി. അപ്പച്ചൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അമ്മച്ചി തീർത്തും രോഗിയായി, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലാത്ത വിധത്തിലായി. ഇളയൊരു കുട്ടികൾ പഠിക്കുക, അവർക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ വലിയ വിഷമത്തിലും ദുഃഖത്തിലും വന്നൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുപോലും കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദൈവത്തെ എനിക്ക് ആവശ്യമായിട്ട് വന്നു.
അപ്പം അതുകൊണ്ട് ദൈവത്തോട് എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരിടത്തു നിന്നും എനിക്ക് ഒരു സാരമില്ല എന്ന വാക്ക് പോലും കേൾക്കാൻ പറ്റിയില്ല, ഒരിടത്തു നിന്നും കേൾക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി ആരോട് പ്രാർത്ഥിക്കണം? എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ച ഇടാൻ പോലും എൻ്റെ ഒരു പൈസ പോലും ഇല്ല താനും. അതുകൊണ്ട് ഞാൻ ഈശോയെക്കുറിച്ച് അന്ന് സിസ്റ്റർ പേഷ്യൻസ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയിരുന്നപ്പോൾ സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയും എനിക്കറിയാം. പക്ഷേ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഈശോയോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വലിയ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഏതെങ്കിലും ക്രിസ്ത്യാനിയോട് ചോദിക്കാം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ചേച്ചിയെ കണ്ടുമുട്ടി. ആ ചേച്ചി ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ഇന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്? ആ ചേച്ചി ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉള്ളയാളായിരുന്നു. ചേച്ചി വലിയ സന്തോഷത്തോടു കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവരുടെ പാസ്റ്റർ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഈശോയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള ചോദ്യവുമായിട്ട് കടന്നു ചെന്നപ്പോൾ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെന്നെ പഠിപ്പിച്ചു. എന്നാൽ 2 മാസത്തെ പഠനത്തിന് ശേഷം എനിക്ക് മനസ്സിലായത് അത് വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല. എനിക്ക് മനസ്സിലായത് ഞാൻ ബൈബിൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞെന്ന്. അത് മുഴുവൻ പഠിപ്പിച്ചു എന്നൊന്നും ആരും അവകാശപ്പെട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ബൈബിൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്ന്. വചനത്തെ വചനം കൊണ്ട് വെട്ടാനും കീറാനും മുറിക്കാനും കുത്തിക്കെട്ടാനും ഒക്കെ പഠിച്ചു ഞാൻ. പക്ഷേ സ്നേഹിക്കാൻ പഠിച്ചില്ല. ആരെ കണ്ടാലും ഞാൻ ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ? പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയെ കണ്ടാൽ ചോദിച്ചിരിക്കും, രക്ഷിക്കപ്പെട്ടതാണോ? ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോവോ? പുണ്യാൾമാരൊക്കെ സ്വർഗത്തിലുണ്ടോ? അന്ത്യവിധി കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം അതിനു മുമ്പ് അവരൊക്കെ അവിടെ എങ്ങനെ ചെന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം എന്നോട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ആ ചോദ്യം എന്നോട് ചോദിക്കാൻ മറന്നുപോയി. മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് നടന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം പറയാൻ പറ്റാതെ അവർ സാമാന്യം നന്നായിട്ട് ഉത്തരം തന്നാൽ പോലും അതിനെയൊക്കെ ഒടുക്കി എങ്ങനെയെങ്കിലും തിരിച്ചു പറഞ്ഞ് അവർ തോപ്പിച്ചു കഴിയുമ്പോൾ ഉള്ളിലൊരു സംതൃപ്തിയാണ്. അങ്ങനെ കുറേ മാസങ്ങൾ വിശ്വാസത്തിൽ എങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ബൈബിളിൻ്റെ ഏത് ഭാഗം ചോദിച്ചാൽ ആധികാരികമായി ഉത്തരം തരാമെന്ന് ഞാൻ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ വിശ്വസിച്ച് മാത്രം ജീവിച്ചിട്ട് കാര്യം ഏറ്റു പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് സ്നാനപ്പെട്ട് ചേർന്നു. ആ സഭയുടെ അംഗമായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അവരെ രക്ഷിക്കാൻ എന്താ ഒരു മാർഗം? അവരെ രക്ഷിക്കാനുള്ള മാർഗം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കാം. കാരണം ഈ സാധാരണ ഏറ്റവും കൂടുതൽ നശിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമായിട്ട് എനിക്ക് തോന്നിയത് കത്തോലിക്ക സഭയിലുള്ള ഒരു യാക്കോബായക്കാരുമാണ്. കാരണം ഈ 2 കൂട്ടരാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അപ്പം അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അന്നത്തെ കാലത്തെ ചിന്തയാണ് കേട്ടോ. ഇന്ന് പരിശുദ്ധ അമ്മയില്ലെങ്കിൽ ഞാനില്ല. അമ്മ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. എനിക്ക് ഇപ്പോഴൊരമ്മയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പണ്ടൊരമ്മ ഉണ്ടായിരുന്നെന്നല്ല പറയുക. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നതും എല്ലാം നിത്യത വരെയും എനിക്കൊരമ്മയുണ്ടെന്ന പരിശുദ്ധ അമ്മ, നിത്യത വരെയും. അപ്പോൾ ആ അമ്മ അന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മയോട് എനിക്ക് ദേഷ്യമായിരുന്നു. അമ്മയോട് ഞാൻ എന്തുമാത്രം ദേഷ്യപ്പെട്ടോ അത്രമാത്രം അമ്മ എന്നെ സ്നേഹിക്കുകയും ചെയ്തു. അമ്മയുടെ കാരുണ്യം നിറഞ്ഞ പ്രാർത്ഥനകളിൽ ഈശോയിലേക്ക് ഞാൻ കൂടുതൽ എടുക്കാൻ ഇടയായി തീർന്നത്. ഇപ്പോഴും അമ്മയെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് നന്ദി പറയുന്നു. പ്രത്യേകം അമ്മയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയല്ല. ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അങ്ങനെ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കണം. പഠിച്ചിട്ട് കത്തോലിക്ക സഭയിലുള്ള സാധാരണ ജനം പാവമാണ്, അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എൻ്റെ ചിന്തകളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും ആദ്യം മാനസാന്തരപ്പെടേണ്ട ആൾ മാർപ്പാപ്പയാണ്. കാരണം അവിടെ ഇരുന്ന് കുറേ എഴുത്തുകളൊക്കെ ഇങ്ങനെ അയക്കി എഴുതി അതൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടു നടന്ന് പ്രചരിപ്പിക്കുന്നത് കുറച്ച് മെത്രാന്മാരും വൈദികരും, പിന്നെ വീടുകോറും കയറി വിദേശത്ത് കൊണ്ടുവരുന്ന പണമൊക്കെ കയറി ഇറങ്ങി കൊടുക്കാൻ കുറച്ച് സിസ്റ്റർമാരും. അപ്പം ഇവരെല്ലാവരും മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സാധാരണ ജനം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അതോടെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് മാർപ്പാപ്പയും കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും മാനസാന്തരപ്പെടണമെന്ന്. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് വചനം അറിയത്തില്ലാത്തതുകൊണ്ട് വചനം പഠിക്കാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ പോകാനായിട്ടെല്ലാം തീരുമാനിച്ച് ബൈബിൾ കോളേജിലേക്ക് പോകാനുള്ള എല്ലാ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്ന നാളുകളിൽ എനിക്ക് 1-2 ആഴ്ചകൾ കൂടി ഉള്ളു പോകാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് രോഗം കൂടുതലായി. അപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു 2 വർഷം കൂടി ജോലി ചെയ്യാവോ എവിടെയെങ്കിലും?
അത് കഴിയുമ്പോഴേക്കും ആങ്ങളയ്ക്ക് എന്തെങ്കിലും ജോലിയാവും, പിന്നെ മോള് പോയിക്കും. അപ്പൊ അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാൻ എൻ്റെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അനുജത്തി സമ്മതിച്ചില്ല. അവർ പറഞ്ഞു എന്തായാലും ഇപ്പോഴും യേശുവിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുമല്ലോ, ഇനിയിപ്പോൾ അവരുടെ കൂടുതൽ പോയി മുങ്ങേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ. ഞാൻ വിശ്വസിച്ചല്ലേ എന്തെങ്കിലും ഒരു കാലത്ത് ഇവരും രക്ഷപ്പെട്ടോളൂ എന്ന് കരുതി. ആ വചനം അനുസരിച്ച് അവർ രക്ഷപ്പെട്ട് ഇന്ന് അവരെല്ലാവരും കത്തോലിക്ക സഭയിലേക്ക് വന്നു, കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നത് വേറെ തരത്തിലായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞാൻ 2 വർഷത്തേക്ക് നീട്ടിവെച്ചു ബൈബിൾ കോളേജിൽ ചേരാനുള്ള ആഗ്രഹം. അങ്ങനെ അടിമാലിയിൽ ഒരു കടയിൽ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കടയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ബാലഭവനിലെ എന്നെ വളർത്തിയിരുന്ന സിസ്റ്റർ ബോസ്കോ ആ വഴി കൂടെ പോകുന്നുണ്ട്. ആ ബോസ്കോമെ കണ്ടപ്പോൾ ആദ്യം ദേഷ്യമാണ് തോന്നിയത്. കാരണം എനിക്ക് സിസ്റ്റർമാരെ ഒന്നും കാണാൻ പാടില്ല, ഇവരാണ് ജനത്തെയൊക്കെ വഴിതെറ്റിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ ചിന്തയുള്ള ആദ്യം വന്നത്. അതുകൊണ്ട് മിണ്ടെണ്ണം തീരുമാനിച്ചു. എന്നാൽ അടുത്ത നിമിഷം ഞാൻ ഓർത്തു, ദൈവമേ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് പല അവസരങ്ങളും സിസ്റ്റർ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ 10 വർഷം കഴിഞ്ഞെങ്കിൽ പോലും ആ ഓർമ്മകൾ വന്നതുകൊണ്ട് ഞാൻ സിസ്റ്ററിനോട് എവിടെ പോകാമെന്ന് ചോദിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെന്ന് ചോദിച്ച് സംസാരിച്ചപ്പോൾ സിസ്റ്ററിന് ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നെ അവിടെ വെച്ച് കണ്ടതുകൊണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ കടയിൽ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ, മോളെ ഈ കടയിൽ ഇങ്ങനെ നിൽക്കണ്ട, ഈ ടൗണിലെ ഈ കടയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ശരിയല്ല. അന്ന് ബാലഭവനിലുണ്ടായിരുന്ന സിസ്റ്റർ വിയാനി ഇപ്പോൾ പ്രൊഫഷണലാണ്. അവർ മോള് കോതമംഗലത്ത് ചെന്ന് വിയാനിയമ്മയെ കണ്ട് നിന്റെ അവസ്ഥയൊക്കെ പറയണം, അമ്മ എന്തെങ്കിലും ചെയ്യും, നീ ഏതായാലും ഏനം വരെ പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ പോകാനൊന്നും തീരുമാനം എടുത്തില്ല. എന്തായാലും വീട്ടിൽ വന്ന് അമ്മച്ചിയോട് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ മോളെ എനിക്ക് സമാധാനമാവും, നീ അവരുടെ കൂടെയാണെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് സിസ്റ്ററിനെ കാണുമ്പോഴും ഞാൻ ബന്ധക്കോസുകാരിയാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഈ കമ്മലും മാലയൊക്കെ കാണാത്തത് കൊണ്ട് സിസ്റ്റർ ഓർത്തത് എനിക്ക് അപ്പടി ദുരിതമായിരിക്കും, പണ്ടത്തെ പോലെ അതിലും വലിയ കഷ്ടപ്പാടായിരിക്കും, അങ്ങനെ ചോദിച്ചുള്ളൂ. എന്നും സഹനവും കഷ്ടപ്പാടൊക്കെ കണ്ട് ശീലിച്ചതുകൊണ്ട് ഒന്നും എന്നോട് ചോദിച്ചില്ല. പിന്നെ എന്നോട് പറഞ്ഞ് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ച് ഒരു കവർ എൻ്റെ കയ്യിൽ തന്നു. ഒരാഴ്ച ഞാനവിടെ ശ്വാസം മുട്ടിയാണ് പിടിച്ചിരുന്നത്. കാരണം മഠത്തിനകത്താണ് നിറച്ചും ഈശോയുടെ മാതാവിൻ്റെ ഒക്കെ രൂപം വെച്ചിരിക്കുകയാണ്, കുരിശുമൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചൊരു കവർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ അന്വേഷിച്ചിട്ട് ഇവിടെ എങ്ങും നിനക്ക് നല്ല ഒരു ജോലി കിട്ടുകയില്ല, കാരണം നല്ല ശമ്പളമില്ലാതെ വീട്ടിലെ കാര്യമൊന്നും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യേ, പഞ്ചാബിൽ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കാൻ പോവുക. നാളെ കഴിഞ്ഞ് 2 സിസ്റ്റർമാർ ഇവിടെ ഒന്ന് പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് ഈ കവറിനകത്തുണ്ട്, അത്യാവശ്യം പൈസ ഇതിനകത്തുണ്ട്, ഇന്ന് വീട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കൂടെ അനുവാദം ചോദിക്കാതെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകാൻ പറയാൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. അപ്പോൾ എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോവുകയല്ലായിരുന്നു. പക്ഷേ അതിന് ദൈവം ഇടയാക്കിയില്ല, എന്നോട് ചോദിച്ചില്ല. അങ്ങനെ എൻ്റെ ഈ കൊണ്ട് തന്നു, വീട്ടിൽ പോയി പറഞ്ഞിട്ട് പോരാൻ പറഞ്ഞു. സാധാരണ രീതിയിൽ സിസ്റ്റർമാർ മര്യാദയ്ക്ക് വല്ലതും സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് 4 അങ്ങോട്ട് പറയും ഞാൻ. പക്ഷേ അവരല്പം സ്വരം ഉയർത്തി എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാൻ കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് അധികാരത്തോടു കൂടിയാണ് പറഞ്ഞത്, നീ വീട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് പോരാ, നാളെ കഴിഞ്ഞ് അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ വിഷമത്തോടുകൂടി പോരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഉറക്കെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ പോകുകയില്ലെന്ന്. പക്ഷേ വായിൽ പുറത്തേക്ക് സ്വരം വരുന്നില്ല പോകുകയില്ലെന്ന് പറയാനായിട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് യാത്ര പറഞ്ഞ് അമ്മച്ചിയോട് പോയപ്പോൾ അമ്മച്ചി പറഞ്ഞ് എനിക്ക് സമാധാനമായി, 2 കൊല്ലം കഴിഞ്ഞ് അവിടെ അടുത്താണല്ലോ, സുരക്ഷിതമാണ് ജീവിതം, അങ്ങനെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മച്ചി എന്നെ പറഞ്ഞു വിട്ടു. വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബാഗ് നിറയെ ഡ്രസ്സും അവിടെ ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം വിയാനിമ എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും. കാരണം എന്നെ എന്തുകൊണ്ടാണ് അവരൊക്കെ അത്രയും സ്നേഹിച്ചത്? എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? എവിടെയോ ജനിച്ചു വളർന്ന ഒരു ഹിന്ദു കുട്ടി ഞാനിങ്ങനെ ക്രിസ്ത്യാനി ആവുമെന്നോ അല്ലെങ്കിൽ ഞാൻ ബന്ധക്കോസുകാരിയാണെന്നുള്ള കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ അത്ര സ്നേഹിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവരുടെ ഔദാര്യത്തിൽ അവിടെ ജീവിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചു ഇറങ്ങി പോന്നു എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. അവിടെ ജീവിച്ച കാലം മുഴുവൻ അവർക്കായിരുന്നു കഷ്ടപ്പാട്. എന്നെ മാത്രം എൻ്റെ അമ്മയെ കൂടെ അവർ നോക്കേണ്ടി വന്നിട്ടുണ്ട് ഒരവസരത്തിൽ. അപ്പം അതുകൊണ്ട് അവർക്ക് എന്നെ കൊണ്ട് എന്നും കഷ്ടപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അവരെന്നെ സ്നേഹിക്കുക. ഒടുവിൽ യാത്ര പറഞ്ഞ് ഇറങ്ങി പോന്നപ്പോൾ അമ്മ പുതച്ചിരുന്ന ഷാള് മടക്കിയെടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞാൽ അവിടെ നല്ല തണുപ്പാ, ഇതും കൂടി ഇരിക്കട്ടെ. അതും കൂടി അത്രമാത്രം അവിടെ എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവം അതുപോലും എനിക്കറിയത്തില്ലാത്ത ആ സാഹചര്യ കാലാവസ്ഥയെ പോലും കരുതത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് തന്നെ എന്നെ അയക്കുകയാണ്.
മുറ്റത്തേക്ക് ഇറങ്ങി വാനിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഒരു ജപമാല എടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പെന്തക്കോസുകാരെ പോലെ കഴുത്തും കാതും പറിച്ച് ഇങ്ങനെ നടക്കരുത്, ഇത് കഴുത്തിലേക്ക് ഇട്ടു. അത്രയും നേരമുള്ള കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റി എനിക്ക്. കാരണം എൻ്റെ പുറമേയുള്ള എന്നെ ബാധിക്കുന്നതല്ല, എൻ്റെ മനസ്സിന് കുറച്ച് വിഷമം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ ജപമാല എനിക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. ഒന്നാമത് എനിക്ക് മാതാവിനെ സഹിക്കാൻ പറ്റില്ല. മാതാവെന്നൊന്നും ഞാൻ പറയത്തില്ല, മറിയം എന്നേ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറിയമാണെങ്കിൽ എൻ്റെ അന്നത്തെ കണക്കനുസരിച്ച് പള്ളിയുടെ വാതിക്കൽ കർത്താവിനടുത്തേക്ക് ആരും വരാതെ വഴി പിടിച്ചു നിർത്താൻ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ പിന്നെ മാതാവിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇത് കരുത്തരിടാൻ പറ്റുമോ? അങ്ങനെ വിഷമിക്കുകയാണ്. ഈ ദൈവത്തിന് കിട്ടേണ്ട സ്നേഹം മുഴുവൻ വഴിയുമേ മേടിച്ചെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ എനിക്ക് ഒട്ടും കാണാൻ പാടില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ അമ്മയുടെ ജപമാല കരുത്തരിടാൻ പറയുമ്പോൾ വിഗ്രഹമാണ്, അതിൻ്റെ അറ്റത്തെ വിഗ്രഹം, കുരിശ് എനിക്ക് അന്ന് വിഗ്രഹമാണ്. അപ്പനെ ആരെങ്കിലും കത്തിക്ക് കുത്തിക്കൊന്നാൽ പിന്നെ ആ കത്തി നമ്മൾ ആരെങ്കിലും കഴുത്തെ കിട്ടി തൂക്കിക്കൊണ്ട് നടക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് മേടിക്കാതെ വിഷമിച്ച് നിന്നപ്പം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇതാ കഴുത്തിലേക്ക് ഇട്ടേ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് വളരെ വിഷമിച്ച് അത് കഴുത്തിലിട്ട് ഇട്ട നിമിഷം ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതായിരിക്കും വലിച്ചു പൊട്ടിച്ചെറിച്ച് ദൂരെ കളയുക. എന്നിട്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാം. പിന്നെ പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ പതുക്കെ ഇത് ഊരിയെടുത്ത് കൈപ്പിടിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ ആ തിരിച്ചിടും. ഇങ്ങനത്തെ ദിവസങ്ങളാണ്. ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴൊന്നും ഞാൻ ബന്ധുക്കോസുകാരെയാണോ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. വീണ്ടും ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, കർത്താവ് എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ കൊണ്ടുപോകായിരിക്കും. ഹിന്ദിയൊക്കെ പഠിപ്പിച്ച് ഇന്ത്യയുടെ ഒരു സൈഡ് തൊട്ട് മാനസാന്തരപ്പെടുത്തി പോരാനായിരിക്കും. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്ന സിസ്റ്റർമാരോടൊക്കെ പറയണം, എല്ലാവരെയും മാനസാന്തരപ്പെടുത്തണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് വലിയ ആഗ്രഹമായിട്ട് കർത്താവ് അതിനുവേണ്ടി കൊണ്ടുപോകണമാണ് എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണെന്നൊക്കെ ഓർത്ത് ആശ്വസിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, പക്ഷെ എൻ്റെ പദ്ധതി പോലുള്ള പദ്ധതി ആയിരുന്നില്ല. ഏതായാലും ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കർത്താവ് അങ്ങ് ചെന്നു. എനിക്ക് ഞാൻ ചെയ്യാൻ ഡ്യൂട്ടിയൊക്കെ അവിടെ പോയി ലിസ്റ്റിൽ എഴുതി വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ചെന്ന ഉടനെ തന്നെ വാർഡിലുണ്ടായിരുന്ന സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇങ്ങനൊരു കൊച്ചു വരുന്നതിനെ കുറിച്ച് ഒരാഴ്ച മുമ്പ് തന്നെ പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോളുടെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് നേഴ്സറിയിലാണ്, ലേബർ റൂമിലും എല്ലപ്പോഴും സഹായിച്ചുകൂടെ പോയി. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഭാഷയുടെ ആവശ്യമില്ല. നഴ്സറിയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും അവർക്ക് രോഗം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കിടത്തുന്ന സ്ഥലം, അവിടെ ഒരു ഭാഷയുടെ ആവശ്യമില്ല. കരയുമ്പോൾ ഇച്ചിരി വെള്ളം എല്ലാം കൊടുക്കാൻ പഠിച്ചാൽ മതി, അതിന് ഭാഷ വേണ്ടല്ലോ. പിന്നെ ലേബർ റൂമിലും വേദനിച്ച് കിടന്ന് കരയുമ്പോൾ സാരമുള്ളതെന്ന് പറയാൻ പഠിച്ചാൽ മതി. 2-3 വാക്കുകളുടെ ആവശ്യമുള്ളൂ. ഇങ്ങനെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവിടെ ഡ്യൂട്ടി ഇട്ട് വെച്ചു. അങ്ങനെ 6 മാസം ഞാൻ അവിടെ പിടിച്ചു നിന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്ത് കുന്തം വന്നാലും വേണ്ടില്ല, തിരിച്ചു പോയേക്കാം. ഇവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. കാരണം കുർബാനയ്ക്ക് പോകണം, അവിടുത്തെ ഒരു രീതിയാണ്. അങ്ങനെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ പള്ളി നിറയെ വിഗ്രഹം. അതുകൊണ്ട് ഞാൻ തല കുനിച്ച് നിൽക്കുകയുള്ളൂ, നേരെ നോക്കിയല്ല, കുനിഞ്ഞു നിൽക്കും. ബലിയർപ്പണം നടക്കണ സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കും. എൻ്റെ നോട്ടത്തിൽ അച്ഛനടക്കം മുഴുവൻ തെറ്റാണ്. അവിടെ പൗരോഹിത്യം ഇല്ല. ദേവാലയത്തിൽ തുണി കീറിയ ദിവസം പൗരോഹിത്യം തീർന്നു. അപ്പൊ പിന്നെ പുരോഹിതനില്ല. പിന്നെ ഈ കാണിക്കുന്നത് മുഴുവനും തെറ്റാണ്. ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ട് ജീവനുള്ള ശരീരം അന്നും പറഞ്ഞിട്ട് ഗോതമ്പപ്പം എടുത്തു വരും. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ വലിയ വിഷമത്തോടു കൂടി നിന്ന് കുർബാന കഴിഞ്ഞ് ഏറ്റവും ആദ്യം പുറത്തിറങ്ങി പോരുന്ന ആള് ഞാനായിരിക്കും. അങ്ങനെ വിഷമിച്ച് 6 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും വലിയ സങ്കടമായി. എനിക്ക് ഒരു കൂട്ടായ്മയില്ല, പുറത്ത് കൂട്ടായ്മയില്ല, ആരോടും ബന്ധുക്കൂസാരെന്ന് പറയാനും പറ്റിയിട്ടില്ല. ആ ദിവസങ്ങളിൽ വികാരി അച്ഛനെ പരിചയപ്പെട്ടു. ഫാദർ മാത്യു പാലച്ചുവീട്ടിൽ അച്ഛനായിരുന്നു അവിടുത്തെ പിന്നെ മാനേജരും കുർബാനയ്ക്ക് വരുന്ന അച്ഛനൊക്കെ. അപ്പം അതുകൊണ്ട് അച്ഛനോട് ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് അച്ഛനോട് ചോദിക്കുന്നത്. അപ്പം അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട്, അച്ഛൻ അവിടുത്തെ സെമിനാറിലെ റെക്ടറച്ഛനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ നല്ല ഉത്തരങ്ങൾ തരും. പക്ഷെ ഈ ഉത്തരവൊന്നും ഞാൻ കേൾക്കുകയല്ല. അച്ഛൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം കൊടുക്കാൻ പറ്റിയത് എന്താ, അങ്ങോട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഗ്രഹിക്കുന്നില്ല, ഞാൻ മനസ്സിലാകുന്നില്ല എനിക്ക്. അങ്ങനെ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കും. ഒടുവിൽ കുറേ ദിവസമായി കഴിഞ്ഞപ്പോൾ അച്ഛന് തന്നെ സംശയമായി. അച്ഛനൊരു ദിവസം എന്നോട് പറഞ്ഞു, മോളെ, നീ എന്താ ഒരുമാതിരി ബന്ധക്കോസുകാരെ കൂട്ടി ചോദ്യം ചോദിക്കുന്നേ? എന്തായാലും ഇനി ഈ സൈസ് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരികയില്ല. എന്നാൽ എൻ്റെ ദൈവം ഒരു ദിവസം നിന്നോട് സംസാരിക്കും. അപ്പൊ ഞാൻ ഓർത്തു അച്ഛൻ തോറ്റു. അതുകൊണ്ട് അച്ഛൻ ഉത്തരം കിട്ടാതെ വന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാണ് ഇത്. അല്ലാതെ ദൈവം നേരിട്ട് അങ്ങനെ മനുഷ്യരോട് സംസാരിക്കുമോ? അങ്ങനെ നടക്കുന്ന കാര്യമില്ല. അച്ഛൻ തോറ്റു ചെയ്തുകൊണ്ട് അച്ഛനെയും തോപ്പിച്ചു. ഞാൻ വലിയ റെക്ടറാന്ന് പറഞ്ഞിട്ട് അച്ഛനും തോപ്പിച്ചോളൂ എന്ന് സന്തോഷമായി.
പക്ഷെ അച്ഛൻ ഹൃദയത്തിൽ തന്നെ പറഞ്ഞതാണ്. അച്ഛൻ വളരെ നന്നായിട്ട് ഉത്തരം തന്നതാണ്. ഞാൻ അംഗീകരിക്കാതിരുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏതായാലും അച്ഛൻ അങ്ങനെ പറഞ്ഞ് എങ്കിലും എന്നോട് ദേഷ്യമൊന്നുമില്ല. പിറ്റേ ദിവസം എന്നോട് ചോദിക്കും എന്തുകൊണ്ട് മോളെ വിശേഷം എന്നൊക്കെ ചോദിക്കും. ഞാൻ അന്നേരം ഒരു ദിവസം അച്ഛനോട് പിറ്റേ ദിവസം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ചോദിച്ചു, എന്തുണ്ട് വിശേഷം, സുഖമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമാണെച്ചാൽ, പക്ഷേ ഹോസ്പിറ്റലിൻ്റെയും മഠത്തിൻ്റെ കൂടെ മുറ്റത്ത് നിൽക്കുകയാണ്, പള്ളിയുടെയൊക്കെ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ സകലതും തകർക്കപ്പെടുമെന്ന് പറഞ്ഞു. ആശുപത്രിയും മഠവും പള്ളിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചെന്ന് അച്ഛന് മനസ്സിലായി. വളരെ അച്ഛനോട് പറഞ്ഞു, എൻ്റെ മോളെ കർത്താവിൻ്റെ കല്ല്, കർത്താവിൻ്റെ മണ്ണ്, അവൻ്റെ തടി, അവൻ്റെ ആൾക്കാർ പണിത് വെച്ചത്, അത് അവിടുന്ന് തട്ടി താഴെയുണ്ടെന്ന് അവന് തോന്നി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഥവാ അതെല്ലാം കൂടെ അവൻ തട്ടി താഴെയിട്ടാലും ഞാനേതായാലും കരഞ്ഞു നടക്കാനൊന്നും പോകുന്നില്ല.